കൊക്കക്കോല ഫോർ എക്സാമ്പിൾ 1888 മുതൽ കൊക്കക്കോല ഇന്ന് വരെ റെലവൻ്റ് ആയിട്ട് ഈ ബെവറേജസിൽ ലീഡർ ബ്രാൻഡായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളൊരു ഓഡിയൻസ് ഇപ്പോൾ പൊതുവെ ഇവിടെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു ഓണർ ഉണ്ടാവും, പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ പല നേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലി ബിൽഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു ഓഡിയൻസിൻ്റെ ഒരു ആ കൺസ്യൂമേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 ജനറേഷനിലുള്ള കൺസ്യൂമേഴ്സാണ് ഒരു ബ്രാൻഡിന് ഫേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ ബേസ് ഉണ്ട്, കുറച്ച് പഴയുണ്ട്, പിന്നെ അതിലും ഒരു 90s അങ്ങനെയുള്ളൊരു കൺസ്യൂമർ ബേസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു 3 സെറ്റ് ഓഫ് ജനറേഷൻ ഉള്ള ഇങ്ങനെയുള്ളൊരു ബേസിൽ എങ്ങനെയാണ് ഒരു പൊസിഷനിങ് ഒരു ബ്രാൻഡിന് ബിൽഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെസ്സേജിങ് വരുന്നത്? നമുക്ക് ഓൺലി മെത്തേഡ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. കാരണം നിങ്ങൾ ഇപ്പോഴത്തെ കൊക്കക്കോല ഫോർ എക്സാമ്പിൾ 1888 മുതൽ കൊക്കക്കോല ഇന്ന് വരെ റെലവൻ്റ് ആയിട്ട് ഈ ബെവറേജസിൽ ലീഡർ ബ്രാൻഡായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? കാരണം ഇന്നത്തെ ജനറേഷനും അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓൺലി റീസൺ അവർ ഇമോഷണലി എങ്ങനെ ഓഡിയൻസിനെ ടാപ്പ് ചെയ്യണം.